ഒന്നാമത്തെ കാര്യം, ഡു നോട്ട് ലീവ് ജെറൂസലേം. യെരൂശലേമിൽ നിന്ന് പോകാൻ പാടില്ല. എന്താ യെരൂശലേം? യെരൂശലേം എന്ന് പറയുന്നത് ദൈവമുള്ള സ്ഥലമാണ്. ആമേൻ. ദൈവത്തിനെ കണ്ടുമുട്ടുവാൻ സാധിക്കുന്ന സ്ഥലം, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കുന്ന സ്ഥലം, ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ സാധിക്കുന്ന സ്ഥലം, അതിന്റെ പേരാണ് യെരൂശലേം. യെരൂശലേം വിട്ട് പോകാൻ പാടില്ല. അവിടെയാണ് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ആമേൻ സ്തോത്ര കൂട്ടമുള്ളത്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? സഭായോഗങ്ങളെ അലക്ഷ്യമാക്കരുത്. എബ്രായ ലേഖന കർത്താവ് വിളിച്ചു പറയുന്നത് സഭായോഗങ്ങളെ അലക്ഷ്യമാക്കരുതെന്ന. കർത്താവിന് സ്തോത്രം. ദൈവം നമ്മെ സ്ഥാപിച്ചത് ചുമ്മാ ആമേൻ സ്തോത്രം എങ്ങനെയെങ്കിലും ജീവിച്ചോ എന്ന് പറഞ്ഞല്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി അല്ല ആമേൻ സ്തോത്രം യേശു നമ്മളെ ആക്കി വെച്ചത്. ദൈവസഭയുടെ ചരിത്രം പഠിച്ചാൽ, ഈ പുസ്തകത്തിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം നോക്കിയാൽ, ദൈവം തന്റെ ജനത്തെ വിളിച്ചത് സഭയായിട്ടാണ്. കർത്താവിന് സ്തോത്രം. മോശയോടും യോശുവായോടും ഒക്കെ സഭയെ കുറിച്ചുള്ള ദൂതുകൾ കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, ഇല്ലേ? ആമേൻ. ആരും കേട്ടില്ലേ? ആരും വായിച്ചിട്ടില്ലേ? കർത്താവിന് സ്തോത്രം. സഭയെ കുറിച്ചുള്ള ദൂതുകൾ. നാളെ അവൻ പാളയത്തെ ശുദ്ധീകരിക്കണം. നാളെ യഹോവ പാളയത്തിന്റെ മധ്യത്തിൽ ഒരത്ഭുതത്തെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയട്ടെ, ദൈവസഭ എക്കാലത്തും പരിശുദ്ധാത്മാവ് നടത്തിയത് ആമേൻ സ്തോത്രം ഒരു സഭയായിട്ടാണ്. ആമേൻ. ആളുകൾ ദൈവത്തിന്റെ ജനത്തെ നടത്തിയത് ഒരു സഭയായിട്ടാണ്. ആമേൻ. കർത്താവിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ടവരുടെ ഒരു മെയിൻ്റനൻസ് പ്ലാൻ ഉണ്ട്. ആ പ്ലാനിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന അവിഭാജിക ഘടകം അല്ലെങ്കിൽ ഇന്നവിറ്റബിൾ ആമേൻ സംഭവം എന്ന് പറയുന്നത് ദൈവസഭയാണ്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? സഭയോട് ചേർന്ന് നിൽക്കാതെ അനുഗ്രഹം പ്രാപിക്കാമെന്ന് ആരും ചിന്തിക്കരുത്. ഞാൻ നമ്മുടെ സഭയാണെന്നും ആമേൻ ഇത് മാത്രമാണ് സഭയെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ ശരീരമാകുന്ന സഭ. കർത്താവിന് സ്തോത്രം. ആ സഭയ്ക്കകത്ത് അവൻ നമ്മളാണ് പുള്ളികളൊന്നും ചിന്തിക്കരുത്. ആമേൻ. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം. ചിലതൊക്കെ എന്നെ ഓർമ്മപ്പെടുത്തി തന്ന ചില കാര്യങ്ങൾ പറയാം. നമ്മൾ ആരും അതിനകത്ത് ആമേൻ നമ്മളാണ് സഭയെ നടത്തുന്നതെന്നൊന്നും ആരും ചിന്തിക്കരുത്. പാസ്റ്റർ ചിന്തിക്കരുത്. ആമേൻ. കൂട്ടു ദൈവദാസന്മാർ ഒട്ടും ചിന്തിക്കില്ലേ. ആമേൻ. വിശ്വാസികൾ ആമേൻ സ്തോത്രം ഒരു നുള്ളുപോലും ചിന്തിക്കരുത്. കർത്താവിന് സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ, തായ്തണ്ടാകുന്ന ക്രിസ്തുവിനോട് ആമേൻ ചേർന്ന് നിൽക്കാതെ ആമേൻ സ്തോത്രം ബ്രാഞ്ചിന് ഫലം കായ്ക്കാനായിട്ട് സാധിക്കുകയില്ല. ആമേൻ. അപ്പൊ നമ്മളെ ദൈവം ഒട്ടിച്ചു ചേർത്തതാ, സഭയോട് ചേർത്ത് വെച്ചതാ. ആമേൻ. അപ്പൊ ദൈവരാജ്യത്തിനകത്ത് നമ്മൾ ജയോത്സവമായിട്ട് നടക്കണമെങ്കിൽ ദൈവസഭയോട് ചേർന്ന് നിൽക്കണം. ഒരാമേൻ കേൾക്കട്ടെ. ഒരിക്കലും ഞാൻ ആമേൻ സഹോദരൻ നമ്മുടെ സഭയിൽ ഇപ്പോഴൊന്നും അല്ല, വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ സഹോദരം ഇംഗ്ലീഷ് സഭ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ആമേൻ സഹോദരം ഈ സഭ നടത്തിക്കൊണ്ടിരുന്നത് നമുക്ക് കിട്ടുന്ന ഓഫറിങ്ങും ടൈത്തൊന്നും കൊണ്ടല്ല. ആ ടൈത്തൊക്കെ നമ്മൾ വേറെ അങ്ങ് ആമേൻ സഹോദരം അയച്ച് അത് പോകും, നമ്മുടെ കൈ കിട്ടത്തില്ല. പിന്നെ നമ്മുടെ സഭയെ നടത്തിക്കൊണ്ടിരുന്നത് ചില ആളുകളാണ്. ആമേൻ. ദൈവം അയച്ച ചില ആളുകൾ ആമേൻ സഹോദരം കൈ അയഞ്ഞു തരികയും പമ്പ് ചെയ്യുകയും ദൈവരാജ്യത്തിന് വേണ്ടി പമ്പ് ചെയ്യുന്ന ആമേൻ സ്തോത്രം ആളുകൾ ഉണ്ടായിരുന്നു. അവരാ സഭയ്ക്ക് വേണ്ടിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അന്നും നമ്മൾ വളരെ അനുഗ്രഹമായിട്ടാണ് സഭ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ആമേൻ. കർത്താവിന് സ്തോത്രം. ഒരിക്കലും പണത്തെക്കുറിച്ച് ദൈവം ഒരു പ്രശ്നമായിട്ട് വന്നിട്ടേ ഇല്ല. ആമേൻ. എങ്ങനെ പണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ആദ്യം പിടിക്കേണ്ട അവസ്ഥയൊന്നും ഒരു കാലത്തും സഭയിൽ വരുവാനായിട്ട് ദൈവം സമ്മതിച്ചിട്ടില്ല. ആമേൻ. ആമേൻ. എന്നാൽ ഒരു സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ ഇവരാണ് സഭയെ നടത്തുന്നത്. ആമേൻ. ഇവരില്ലെങ്കിൽ എന്തു ചെയ്യും? അതിനകത്തുനിന്ന് കുറച്ച് പേരൊക്കെ ആമേൻ സ്തോത്ര പല കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിപ്പോകുവാനായിട്ടൊക്കെ ഇടയായി. അപ്പോൾ ഞാനിങ്ങനെ ദൈവസന്നിധിയിലിരുന്നു, ദൈവമേ ഇനി എങ്ങനെ മുന്നോട്ട് പോകാം? ഇവരാണല്ലോ അതൊക്കെ ചെയ്തേ. കർത്താവിന് സ്തോത്ര. കർത്താവിനോട് പറഞ്ഞത്, എടാ ആമേൻ സ്തോത്രം അവരല്ല സഭയെ താങ്ങിയത്, സഭയാ അവരെ താങ്ങിയത്. ആമേൻ. കർത്താവിന് സ്തോത്രം. അപ്പൊ വിദൂരത്തായിരിക്കുന്ന സഭയിൽ നിന്ന് മാറിപ്പോയ ഒരു ബിസിനസ്സുകാരൻ അച്ചായനെ ഞാൻ ഉടനെ ഫോൺ വിളിച്ചു. പരിശുദ്ധാത്മാവ് തന്ന ഒരു ദൂതാണല്ലോ. ഉടനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ സൂക്ഷിച്ചോണം, എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അച്ചായൻ അഹങ്കാരം കാണിക്കരുത്. കർത്താവിന് സ്തോത്രം.
ആമേൻ. അച്ഛൻ എന്നോട് പറഞ്ഞു, ആമേൻ സഹോദരൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആമേൻ ഞാൻ അച്ഛനോട് പേടിച്ചിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു. അച്ഛൻ അത്ര കാര്യമാക്കിയില്ല. പിന്നീട് ഞാൻ ആമേൻ സഹോദരൻ ചില സംഭവങ്ങളൊക്കെ കണ്ടു, ഞാൻ അങ്ങ് വിടുകയ, അതിനെ അങ്ങ് തൊടുന്നില്ല. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമ്മൾ ശരീരത്തോട് ചേർന്ന് നിന്നാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ ശരീരത്തിന് നമ്മളില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കേട് സംഭവിക്കത്തില്ല. കർത്താവിന് സ്തോത്രം. നമ്മുടെ ആമേൻ സ്തോത്രം, നമ്മളെ ചില്ല വെട്ടിപ്പോയ ചില്ലക്കാ കേട്. കർത്താവിന് സ്തോത്രം. മരത്തിനകത്ത് പിന്നെയും ചില്ലയുണ്ടാകും. മനസ്സിലാവുന്നവർക്കായിട്ട് ഈ കർത്താവിന് സ്തോത്രം ചെയ്യുക. അപ്പോ സഭയോട് ചേർന്ന് നിൽക്കണം. ആമേൻ. പ്രാർത്ഥനാ മുറിയിൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ പിന്നെയും ശക്തി പ്രാപിക്കണം. യെരൂശലേം എന്ന് പറയുന്നത് ദൈവത്തെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. നമുക്ക് ബൈബിൾ റീഡിംഗ് ചലഞ്ച് ഉണ്ടല്ലേ? കർത്താവിന് സ്തോത്രം. ആമേൻ. വളരെ ശുഷ്കാന്തിയോടുകൂടി കാണണം. കർത്താവിന് സ്തോത്രം. എല്ലാവരും വായിക്കണം. കർത്താവിന് സ്തോത്രം. ആമേൻ. ശുശ്രൂഷകന്മാരെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉത്സാഹത്തോടെ, അങ്ങനെയല്ല, എല്ലാവരും. കർത്താവിന് സ്തോത്രം. ഞാനും ആദ്യമൊക്കെ അങ്ങ് ഉത്സാഹത്തിൽ തുടങ്ങിയെങ്കിലും പിന്നത്തേൽ ആമേൻ സ്തോത്രം ഒന്ന് കുറഞ്ഞു പോകാനിടയായി. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം, യെരൂശലേം വിട്ട് പോകരുത്. എന്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ആമേൻ. ദൈവവചനത്തെ ധ്യാനിക്കണം. ആമേൻ. ഒറ്റയ്ക്കിരുന്ന് പാട്ടുകളെ പാടണം, ആരാധിക്കണം. വണ്ടി ഓടിക്കുമ്പോൾ നല്ല പാട്ടുകൾ. ആമേൻ. പണ്ട് നീ വിശ്വാസത്തിൽ വന്നപ്പോ ലോകം മുഴുവൻ നടന്ന് ആമേൻ സഹോദരൻ മൊബൈലിനകത്തൊക്കെ സേവ് ചെയ്ത് വെക്കുമായിരുന്നില്ലേ? ഇപ്പൊ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇപ്പൊ യൂട്യൂബിൽ അവൈലബിളാ. ഇപ്പൊ യൂട്യൂബും ഇല്ല, ആമേൻ സഹോദരൻ പാട്ടും ഇല്ല. ആമേൻ. ഈ പാട്ട് കേൾക്കുമ്പോ ഇതേത് പാട്ടാ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പണ്ടൊരു പാട്ട് കേട്ടാ അതിന്റെ പുറകെയാ അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നോ എനിക്കറിയാം. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഒരു കാസറ്റൊക്കെ മേടിച്ചിങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് വന്ന് ആമേൻ വണ്ടിക്കകത്തോട്ടിട്ട് വിശാലമായിട്ട് പ്രാർത്ഥിച്ച് പാട്ടൊക്കെ പാടിപ്പോയിക്കൊണ്ടിരുന്ന ഒരു കാലം. ഇന്ന് ആ വണ്ടിക്കകത്ത് ആമേൻ മൊബൈലിലും എല്ലായിടത്തും പാട്ടുണ്ട്. ഇപ്പൊ ഒന്നിനും കേൾക്കണ്ട, സമയമില്ല. യെരൂശലേം വിട്ട് പോകരുത്. ആമേൻ സഹോദരൻ. ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, യെരൂശലേം വിട്ട് പോകത്തില്ല. ആമേൻ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങി പോകരുത്. ആമേൻ. അഹങ്കാരം പറയരുത്, താഴ്ന്നിരുന്നോണം. യെരൂശലേമിൽ നിന്ന് മാറിപ്പോകരുത്. പിന്നെ ആമേൻ വചനം പറയുകയാണ്, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് ചേർന്ന് പറഞ്ഞ് കാത്തിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് കാത്തിരിക്കുക എന്നുള്ളതാ. കർത്താവിന്റെ സ്തോത്രം. ദൈവം വാഗ്ദത്തം ചെയ്തതിനെ നിവർത്തിക്കും. ഒരാമേൻ കേൾക്കട്ടെ. ദൈവം ആമേൻ സ്തോത്രം വെറുതെ പറയാൻ അവൻ മനുഷ്യനല്ല. തരാമെന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ സ്നാനം നിനക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, അത് ദൈവം തന്നിരിക്കും. ആമേൻ. ഹി ഈസ് നോട്ട് എ മാൻ, ഹി ഈസ് ഗോഡ്. അവൻ ദൈവമാ, ചുമ്മാ പറയത്തില്ല. ആമേൻ. കർത്താവിന് സ്തോത്രം. കാത്തിരിക്കണം. ഹല്ലേലൂയ. എങ്ങനെയാ കാത്തിരിക്കുന്നത്? കർത്താവിന് സ്തോത്രം. അതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് മൂന്നാമത്തെ കാര്യം കൂടി ഒന്ന് പെട്ടെന്ന് പറയാം. മൂന്നാമത്തെ കാര്യം, ആമേൻ, അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പ്രോമിസ് ഓഫ് ദ ഫാദർ എന്താണെന്ന്. ആമേൻ. ചിലർ വിചാരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതാണ് പ്രോമിസ്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതാണ് പ്രോമിസ് അല്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ചിലരൊക്കെ നെറ്റി ചുളിക്കുന്നുണ്ട്, പാസ്റ്റർ ഇതുവരെ പ്രസംഗിച്ചതൊക്കെ നല്ലതായിരുന്നു, ഇപ്പോൾ ഒരു ദുരുപദേശമൊക്കെ ഉണ്ടോ എന്ന്. ആമേൻ. കൾട്ടിനകത്തൊക്കെ കാലം പെട്ടുപോയോ എന്നൊരു സംശയം. വായിക്കാം നമുക്ക്. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം. കർത്താവിന് സ്തോത്രം. 19 മുതലുള്ള വാക്യങ്ങൾ. ആമേൻ. യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. അടുത്ത വാക്യം. പിന്നെയും അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കണം. ആമേൻ.
ആമേൻ. ഇത് സംഭവിക്കുന്നത് യേശു പുനരുദ്ധാനം ചെയ്തതിന് ശേഷമുള്ള കാര്യമാണ്. ഉടനെ നടന്ന സംഭവമാണ്, അല്ലേ? കർത്താവിന് സ്തോത്രം. ഇത് സംഭവിക്കുമ്പോൾ പല ശിഷ്യന്മാരും യേശുവിനെ കണ്ടിട്ടില്ല. ഉണ്ടോ? തോമസ്, ആമേൻ, സ്തോത്രം, യേശുവിനെ കണ്ടിട്ടില്ല. ആമേൻ. അപ്പോ 40 ദിവസം യേശു ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന പല ദൃഷ്ടാന്തങ്ങളാൽ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസ്താവിച്ചു, അല്ലേ? ഈ 40 ദിവസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിലെ സംഭവമാണ് ഈ വാക്യത്തിൽ വായിച്ചു കാണുന്നത്. സംശയമുണ്ടോ? ഇല്ല. കർത്താവിന് സ്തോത്രം. അപ്പൊ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് ആ സമാധാനത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ യേശു അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നു, പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അവരുടെ മേൽ ഊതി, ഈ ബ്രീത്ത് ഓൺ ദം, ആമേൻ, എന്നിട്ട് പറഞ്ഞു റിസീവ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവും സമാധാനവുമായിട്ട് ഭയങ്കര ബന്ധമാണ്. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻ നല്ല അഡ്വൈസ് ഒന്നും അല്ല, പരിശുദ്ധാത്മാവാ. ആമേൻ. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ സമാധാനമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ സമാധാനമുണ്ട്. സംശയം ഉണ്ടെങ്കിൽ വായിച്ചോ പുറപ്പാട് പുസ്തകം 33-14 വാക്യം. പെട്ടെന്ന് ഇവിടെ നിന്ന് വായിക്കണം. ആമേൻ. ഹല്ലേലൂയ. എന്റെ സാന്നിധ്യം, അതിനവൻ എന്നോട് അവൻ പറഞ്ഞു, എന്റെ സാന്നിധ്യം, പരിശുദ്ധി, the presence of the Spirit of God നിന്നോടുകൂടെ പോരുകയും, ആമേൻ, I will give you peace unto you. കർത്താവിന്റെ സ്തോത്രം. ഞാൻ നിനക്ക്, ചേർന്ന് പറഞ്ഞ സ്വസ്ഥത. പ്രിയമുള്ളവരുടെ ജീവിതത്തിനകത്ത് സ്വസ്ഥതയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ സ്വസ്ഥത ഉണ്ടാകും. ആ പീസ് എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പാസ്റ്ററെ, എന്നിട്ട് ഞാൻ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നില്ലല്ലോ. കാരാഗ്രഹത്തിന്റെ നടുക്കുള്ള സ്വസ്ഥതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരും എന്നെ ക്രൂശിക്കരുത്. ഞാൻ സത്യമായിട്ട് വചനം പറയുകയാണ്. ആമേൻ. തീച്ചൂളയ്ക്കകത്ത് 3 ബാലന്മാരെ കൊണ്ട് ഇട്ടേച്ചു. രാജാവ് പറഞ്ഞു, നിന്നെ ചുട്ടുകളയും, കടിച്ചു കളയോടാന്ന് പറഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. ആമേൻ. അടുത്ത ദിവസം നോക്കുമ്പോൾ അവർ അതിൻ്റെ അകത്ത് ബാൻഡ് മേളം നടത്തുകയാണ്. ഭയങ്കര ആരാധന. അവൻ തീയ കൊണ്ടയിട്ടവൻ കരിഞ്ഞു പോയെന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ ചൂടേറ്റ് കരിഞ്ഞു പോയ അവൻ സ്ഥലത്ത് അവൻ 3 പേര് നിന്ന് യൂത്ത് മീറ്റിംഗ് നടത്തിയെന്ന്. അവൻ കർത്താവിന് സ്തോത്രം. CA, അവൻ കർത്താവിന് PIPA, അവരാരാധിക്കുക. യൂത്ത് ആഘോഷമായിട്ട് ദൈവത്തെ സ്തുതിക്കുക. എവിടെയാ? അവൻ ഏസിക്കകത്തൊന്നും അല്ല, ചുമ്മാ അവൻ തീയുടെ നടുവിൽ. ചേർന്ന് പറഞ്ഞ തീയുടെ നടുവിൽ. ഏത് തീയുടെ നടുവിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ സ്വസ്ഥത ഉണ്ടാകും. ഒരു നല്ല ആമേൻ കേൾക്കട്ടെ. ഭയങ്കര ആമേൻ കേൾക്കട്ടെ. ആമേൻ പറഞ്ഞ് പൂട്ടിയാട്ടെ അവനെ. പിശാചിനെ മുഖത്തെ തകർത്തോട്ട് in the name of Jesus. അന്ധകാര വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ താളടിയാകട്ടെ. ആമേൻ. ഞാൻ ദൈവത്തിൽ സന്തോഷിക്കും. ആമേൻ. എന്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. ആമേൻ. കർത്താവിന്റെ സ്തോത്രം. വചനം പറയുകയാ, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരുകയും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുകയും ചെയ്യും. പ്രിയമുള്ളവർ, ഈ മോശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ അറിയാമോ? മോശ ഈ സാന്നിധ്യത്തിന്റെ ആശാന. അവൻ മോശയ്ക്കുണ്ടായിരുന്നത് പോലെ ഒരു സഭ ഭൂമിയിൽ ആർക്കും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. 6 ലക്ഷം ആൾക്കാരുടെ സഭ, അല്ലേ? കാര്യമായിട്ട് പറഞ്ഞതാ. അദ്ദേഹം ആ സീനിയർ പാസ്റ്റർ, അല്ലേ? കർത്താവിന്റെ സ്തോത്രം. മോശയുടെ കൈക്ക് താങ്ങാൻ വേണ്ടി പാവപ്പെട്ട അവരോരും അവന്മാരുടെ കൈയെ നീരി വെച്ച് എന്നാലും ദൈവദാസന്റെ കൈ പൊക്കി പിടിച്ചുകൊണ്ട് അവർ നിന്നു, അല്ലേ? കർത്താവിന്റെ സ്തോത്രം. അങ്ങനത്തെ ആൾക്കാരുള്ള നല്ല സഭ, 6 ലക്ഷം പേരുടെ സഭ. കർത്താവിന്റെ സ്തോത്രം. എന്നിട്ട് മോശ പറയുക, ദൈവത്തോട് പറയുക, 15-ാമത്തെ വാക്യം 33-15 പുറപ്പാട്. ആമേൻ. സ്തോത്രം. അതെ, നീ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരുകയും സ്വസ്ഥത നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞ ഉടനെ പറയുകയാ, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. കർത്താവിന്റെ സ്തോത്രം. എനിക്ക് സമയം വേണ്ട, ആരാധനയും വേണ്ട, ആമേൻ, ഹോളും വേണ്ട, ആമേൻ, വിസയും വേണ്ട, ഒന്നും വേണ്ട. ആമേൻ. നിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. കർത്താവിന്റെ സ്തോത്രം. എപ്പോഴാ? തരൂരെന്ന് പറഞ്ഞപ്പോഴല്ല,
തരാമെന്ന് പറഞ്ഞപ്പോൾ കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് അത്ര വലിയ സന്തോഷമില്ലെന്ന് തോന്നുന്നില്ലേ? കർത്താവിന് സ്തോത്രം. ഈ സാന്നിധ്യത്തെ കൊതിക്കുന്നവരെ എന്ത് ചെയ്താൽ പോകത്തില്ല. അവൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതല്ലേ, കർത്താവിന് സ്തോത്രം. സാന്നിധ്യത്തെ അനുഭവിച്ച് ടേസ്റ്റ് പിടിച്ചവൻ ഇങ്ങനെ നടക്കും. കർത്താവേ നിന്റെ സാന്നിധ്യം മാത്രം മതി. ആമേൻ. കർത്താവിന് സ്തോത്രം. അവന്മാരായി നിലത്ത് കിടന്ന് ഉരുളുന്നതും ആമേൻ സ്തോത്രം അലമുറയിടുന്നതും ആമേൻ ഭ്രാന്തന്മാര് പൊട്ടന്മാര് ഇവരൊന്നും വേറെ പണിയില്ലേ? കർത്താവിന് സ്തോത്രം. എന്ത് ചെയ്യാനാ? ദൈവത്തിന്റെ സാന്നിധ്യം. കർത്താവിന് സ്തോത്രം. ഇന്ന് ഞാൻ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇംഗ്ലീഷ് സർവീസിലേക്കുമ്പോൾ ആമേൻ സ്തോത്രം നമ്മുടെ ലിബിന്റെ കൊച്ചിനെ എടുത്തപ്പോൾ കൊച്ചിന്റെ ആമേൻ മേത്തുനിന്ന് ശരീരത്തിൽ കണ്ടു അഴുക്കായി. അയ്യോ പാസ്റ്റർ മേത്ത് അഴുക്കായി. ഞാൻ പറയും എൻ്റെ പൊന്നു സഹോദരി, നിലത്ത് കിടന്ന് ഉരുളുന്നവന് എന്ത് അഴുക്ക്? കർത്താവിന് സ്തോത്രം. നമുക്ക് കോട്ടുണ്ടെങ്കിലും നമ്മൾ നിലത്താ. കർത്താവിന് സ്തോത്രം. ആമേൻ. ഒരു സഭയെന്ന് പറയുന്നത് നല്ല ദൈവദാസനൊന്നും അല്ല. കർത്താവിന് സ്തോത്രം. ആമേൻ. നമ്മുടെ സഭയ്ക്കകത്ത് എത്ര സെലിബ്രിറ്റി ഉണ്ടെന്നൊന്നും അല്ല. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം സെന്റ് ആൻഡ്രൂസിലെ ആമേൻ ഒരു മീറ്റിങ്ങിന് പോയി. ഞാൻ നോക്കുമ്പോൾ ഞാൻ മാത്രമുണ്ട് അവരുടെ കൂട്ടത്തിൽ ഒന്നിനും കൊള്ളാത്തവൻ. ബാക്കി എല്ലാ സായിപ്പന്മാരും മിടുക്കന്മാരും ഒക്കെ ആയിട്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവ് എന്നെ മാത്രം വിളിക്കല്ലേ. ഇവരെ ഒന്ന് സംസാരിക്കാനുള്ള കഴിവും പ്രാപ്തി നമുക്ക് തന്നെ കുറച്ച് പേരുണ്ട്. അവരോട് മിണ്ടിയും പറഞ്ഞു അങ്ങനെയൊക്കെ ജീവിച്ചോളാമേ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, കൂട്ടത്തിൽ മിടുക്ക ഒന്നും പറയാനില്ലെങ്കിലും കർത്താവിന് സ്തോത്രം സാന്നിധ്യം. കർത്താവിന് സ്തോത്രം. നിങ്ങൾ ഇവിടെ നിന്ന് പോയാലും ഒരു സഭയെ ചേരുന്നതിന് മുമ്പ് സാന്നിധ്യത്തെ വാല്യൂ ചെയ്യുന്നൊരു ചർച്ചയാണോ നോക്കിക്കോണം. പാസ്റ്റർ എത്ര മിടുക്കനാണെന്ന് നോക്കണ്ട. ആമേൻ സ്തോത്രം. അറിവില്ലാത്തവനെ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നാന്ന് തോന്നുന്നു കർത്താവിന് സ്തോത്രം നമ്മൾ ഷാജും പാസ്റ്റർ പ്രസംഗിക്കുന്നതും കേട്ടു. കർത്താവിന് സ്തോത്രം. അദ്ദേഹം പറയുക സിംഗപ്പൂര് പോയി ഓസ്ട്രേലിയക്ക് പോകുന്ന വഴിക്ക് സിംഗപ്പൂർ ഇറങ്ങി. സിംഗപ്പൂർ ചെന്നപ്പോൾ ഫ്രീ ആയിട്ട് അവിടേക്ക് വിസ വേണ്ട, ട്രാൻസിറ്റ് വിസയൊന്നും വേണ്ട. സിംഗപ്പൂര് ടൂറിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഇറങ്ങാം, പക്ഷേ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അദ്ദേഹം പ്രസംഗിക്കുക, ഇത് കിട്ടിയതോടുകൂടി എൻ്റെ ധൈര്യം മുഴുവൻ പോയി. പുള്ളിക്ക് എഴുത്തും വായനയും അറിയത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? കർത്താവിന് സ്തോത്രം. അദ്ദേഹം പറയുക, ഞാൻ അത് വെച്ചുകൊണ്ട് അന്യഭാഷയെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു ഭാഷയെ അറിയാൻ പാടില്ലാണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്തോത്രം അവിടെ ചെന്നേച്ച് പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞു, എനിക്ക് സിംഗപ്പൂര് പോകണം എന്നാ എന്ന് പറഞ്ഞു കൊടുത്തു. അന്നേരം ആ പേപ്പർ മേടിച്ച് ഫുള്ള് ഫില്ല് ചെയ്ത് അദ്ദേഹത്തിന്റെ പെട്ടി ചുമന്ന് സ്തോത്രം ബസ്സിന്റെ മുമ്പിൽ കൊണ്ടേയിരുത്തിയെന്ന്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കഴിവൊന്നും അല്ല, കൃപയാണേ. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യമാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ അകത്ത് നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അല്ല, ദൈവത്തിൻ്റെയാ. കൃപയാൽ കിട്ടിയതല്ലാതെ ഒന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഒരു കഥ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള സ്തോത്ര കഴിവില്ല. ഞാനൊരു കഥയൊക്കെ പറഞ്ഞ ആൾക്കാർ കരഞ്ഞു പോകും. ഒരു സന്തോഷമുള്ള ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതായിരുന്നു എൻ്റെ അവസ്ഥ. ഒരു കോമഡി പറയാന്നൊക്കെ വിചാരിച്ച് ചെന്ന് കോമഡി പറഞ്ഞ് അവസാനം ഇങ്ങനെ നോക്കി. എന്നാലും ഇത് ദരിദ്രവാസി. കർത്താവിന് സ്തോത്രം. അതിനു പോലും പ്രിയമുള്ളവരെ എല്ലാം ദൈവം തന്നതാ. മോശയുടെ നാവിനെ തടിച്ച നാവാ, കഴിവ് ഒട്ടുമില്ലെന്നാ പറയുന്നത്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, എന്നാലും അദ്ദേഹം സാന്നിധ്യത്തെ ചോദിക്കുന്നവനാ. കർത്താവിന് സ്തോത്രം. നമ്മുടെ ജീവിതം സാന്നിധ്യത്തിന് വേണ്ടി ആകട്ടെ. രാവിലെ എഴുന്നേറ്റ മുതൽ സ്തോത്രം പാട്ടുകളൊക്കെ കൊണ്ട് ദൈവ സാന്നിധ്യം കൊണ്ടൊക്കെ മൂടട്ടെ. ജോലി സ്ഥലത്ത് ദൈവ സാന്നിധ്യം മൂടട്ടെ. ഒരു പാട്ടും അറിയാൻ പാടില്ലെങ്കിൽ ആ യേശു യേശു എന്ന പാട്ട് പാടിക്കൂടെ? കർത്താവിന് സ്തോത്രം. ഒറ്റ പേര് മാത്രം പാടിയാൽ മതിയല്ലോ. കർത്താവിന് സ്തോത്രം. എനിക്ക് പാട്ടൊന്നും അറിയാൻ പാടില്ല. എന്തിനാ പാട്ട്? വെറുതെ ആ പേരൊന്ന് പാടിയാ പോരെ? കർത്താവിന് സ്തോത്രം. അതിശയ നാമമേ, അത്ഭുത നാമമേ ഒന്ന് പാടിയാട്ടെ. ദൈവത്തിന്റെ വചനം പറയാ, ഇസ്രായേലിന്റെ ശ്രുതികളിന്മേൽ വസിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനല്ലോ. സ്തോത്രം. Amen. For you're holy, enthroned in the praises of Israel. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നത് സ്തോത്രം നിന്റെ മിടുക്ക് കൂടിയ പ്രസംഗത്തിന്റെ മധ്യത്തിലല്ല. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നത് അത്ഭുത മന്ത്രി, ആൽഫ ഒമേഗ. സ്തോത്രം. നീ വാഗ്ദത്തങ്ങളെ പൂർത്തിയാക്കുന്നവൻ, സഭയുടെ അടിസ്ഥാനമായിരിക്കുന്നവൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കോട്ടയായിരിക്കുന്നവൻ. നീ സ്തുതിക്കുന്ന സ്തുതികളിന്മേല കർത്താവിന് സ്തോത്രം. സ്തുതിച്ചാട്ടെ. പഠിക്കുമ്പോൾ സ്തുതിച്ചാട്ടെ. കുഞ്ഞുങ്ങൾക്ക് വല്ലതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? കർത്താവിന് സ്തോത്രം. ഇന്ന് ഒരുത്തൻ എന്നോട് പറഞ്ഞു,
പേര് ചോദിക്കില്ലേ, അവരെന്നോട് പറഞ്ഞു ഇംഗ്ലീഷിലെ പാട്ട് പാടണം. മലയാള സഭ. ഞാൻ പറഞ്ഞു മലയാള സഭയല്ലേടാ. കർത്താവിന്റെ സ്തോത്രം, അതിൽ കാര്യമില്ല, ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ പാട്ട് വേണം. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവർ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളിങ്ങനെ പോകുമ്പോൾ, ഓട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പിള്ളേർ ഏത് ദശയ്ക്കാണെന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, അവൻ സ്തോത്രം, സാന്നിധ്യത്തിന് വേണ്ടി മോശ ഇങ്ങനെ കാത്തിരിക്കുക. അവൻ സ്തോത്രം, ഈ മോശയുടെ പ്രത്യേകത, അവൻ അതിൻ്റെ താഴത്തോട്ട് വായിക്കാം. കർത്താവിന്റെ സ്തോത്രം, അവിടെ വായിക്കുമ്പോൾ നിന്റെ ഗ്ലോറി കാണിക്കണമേ എന്ന് പറയുന്നൊരു വാക്യമുണ്ട്. കർത്താവിന്റെ സ്തോത്രം, ആ പുറപ്പാടിന്റെ പുസ്തകം 32 വായിച്ചു കിട്ടിയ ഉടനെ വായിച്ചു, സമയമില്ല. ആമേൻ. എന്റെ ദൈവമേ, ഞാൻ ചോദിക്കുക, ഈ 14-15 മോശ വരയ്ക്കുക നിന്റെ സാന്നിധ്യം വേണം. അപ്പോൾ ദൈവം പറഞ്ഞു, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, നിനക്ക് സമാധാനവും തരും. ആമേൻ. അപ്പൊ 15 വാക്യത്തിൽ മോശ പറയുക, തന്നില്ലെങ്കിൽ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞേക്കണം, ഞാൻ വരത്തില്ല, എന്നെ വിളിക്കരുത്. കർത്താവിന്റെ സ്തോത്രം, അങ്ങനെയൊക്കെ. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ മുഖം ഒരു സ്നേഹിതനെ പോലെ കണ്ടു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ബാക്കിയൊന്നും നോക്കിയെടുക്കാൻ സമയമില്ല, പെട്ടെന്ന് കിട്ടിയ ആരെങ്കിലും വായിച്ചു. കർത്താവിന്റെ സ്തോത്രം, ആമേൻ, ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ മുഖത്തെ ഒരു കൂട്ടുകാരനെ പോലെ കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ, കണ്ടു എന്ന എഴുതി വച്ചിരിക്കുന്ന. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. വചനം പറയുക, ആമേൻ. അത് കഴിഞ്ഞ് താഴത്തോട്ട് വരുമ്പോൾ 18 വാക്യത്തിനകത്ത് പറയുകയാണ്, നിന്റെ തേജസ്സിനെ നീ കാണിച്ചു തരണം. ആമേൻ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ തേജസ് ഒന്ന് പറഞ്ഞേ, ഗ്ലോറി, ഗ്ലോറി ഓഫ് ഗോഡ്. നമ്മുടെ ദൈവം എത്ര നല്ലവനല്ലേ. മോശ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ദൈവം ഒരു വാക്ക് പോലും മോശയോട് കോപിച്ചില്ലെന്നുള്ളതാണ്. കർത്താവിന്റെ സ്തോത്രം, എന്റെ സാന്നിധ്യം വേണം, സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാൻ പോരത്തില്ല, അങ്ങനെയാ ഇങ്ങനെയാ. അവസാനം പറഞ്ഞു, നിന്റെ മഹത്വം കാരണം. അടുത്തത്, ആമേൻ. സ്തോത്രം. പ്രസൻസ് പറഞ്ഞ് വന്ന് 18 വാക്യത്തിൽ പറയുകയാണ്, എനിക്ക് നിന്റെ മഹത്വം കാരണം. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ ദൈവം പറഞ്ഞെന്നറിയാമോ, നീ ഇനി അധികം പറയരുത്, എൻ്റെ കയ്യിൽ നിന്ന് അടി മേടിക്കുമെന്നല്ല പറഞ്ഞത്. പിന്നെയോ, ഞാൻ കാണിച്ചു തരാം. അതിനൊറ്റ മാർഗമുള്ളൂ, പിളർന്ന ഒരു പാറ. ആമേൻ. ഒരു പിളർന്ന പാറയുടെ ഇടയ്ക്കിൽ മാത്രമേ നിനക്ക് മഹത്വം കാണാനായിട്ട് പറ്റത്തുള്ളൂ. എൻ്റെ മുഖം കണ്ടാൽ അന്നേരം തീരും. അതുകൊണ്ട് ഒരു മനുഷ്യന് അവൻ എൻ്റെ തേജസ് കാണാൻ പറ്റത്തില്ല. പിന്നെയോ, ഞാൻ എൻ്റെ കൈകൊണ്ട് നിന്റെ മുഖം മറച്ച് ഞാൻ കടന്നു പോകുമ്പോൾ പിൻഭാഗം നിനക്ക് കാണാം. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, അവൻ സാന്നിധ്യത്തിൽ നിന്ന് അവൻ മഹത്വത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നൊരു ദൈവദാസൻ. ആമേൻ. ഇന്ന് രാത്രി, ആമേൻ സ്തോത്രം, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ നിന്നെ വ്യത്യസ്തനാക്കുന്നത്, ആമേൻ സ്തോത്രം, നിന്റെ കഴിവൊന്നുമല്ല, ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ദൈവത്തിന്റെ മഹത്വമാണ്. ദ ഗ്ലോറി ഓഫ് ഗോഡ്. മോശയ്ക്ക് ഇത് നന്നായിട്ട് അറിയാമായിരുന്നു. ആമേൻ. മോശയ്ക്ക് മാത്രം ഇത് നന്നായിട്ട് അറിയാമായിരുന്നു. മോശയുടെ കൂടെയുള്ള 6 ലക്ഷം പേർക്ക് ഈ സാന്നിധ്യം അറിയത്തില്ല, മഹത്വം അറിയത്തില്ല. അറിയാമോ? അവർക്കറിയത്തില്ല, അവർ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ആമേൻ. ദൈവം മോശയോട് സംസാരിക്കുക, മുഖാമുഖമായി സംസാരിക്കുക എന്നൊക്കെ ഉള്ളതല്ലാതെ അവരവരുടെ കൂടാരത്തിന്റെ വാതിക്കൽ നിന്ന് മോശ, ആമേൻ സ്തോത്രം, സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ പോയി ആമേൻ മേഘത്തൂൺ ഇറങ്ങി വരുന്നതും, ആമേൻ സ്തോത്രം, അവനോട് സംസാരിക്കുന്നതും, അകത്തു കയറി ദൈവത്തോട് മുഖാമുഖമായി സംസാരിക്കുന്നതും ഒക്കെ അവർ ആലയത്തിന്റെ, അവരുടെ കൂടാരത്തിന്റെ വാതിക്കൽ നിന്ന് കണ്ട് മടങ്ങും. ആമേൻ. അടുത്തോട്ട്, ഏതയലത്തോട്ട് ചെല്ലാൻ വയ്യ. അവർക്ക് ഈ സാന്നിധ്യം എന്താണെന്ന് അവരെ ദൂരെ നിന്ന് എന്തൊക്കെയോ പടത്തിൽ കാണുന്നത് പോലെ കണ്ടെന്നല്ലാതെ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. ആമേൻ. കർത്താവിന്റെ സ്തോത്രം. അത് അനുഭവിച്ച മോശ, കർത്താവിന്റെ സ്തോത്രം, അത് മോശ മാത്രമാണ് അനുഭവിച്ച്. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അത് പഴയ നിയമത്തിനകത്ത് പലയിടത്തും കാണുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് ഒരു മോശ, ഒരു ദാവീദ്, ആമേൻ, ഇടയ്ക്കൊരു ശൗല്. കർത്താവിന്റെ സ്തോത്രം.
അങ്ങനെ അങ്ങ് ശമൂവേൽ പ്രവാചകൻ, ശിംശോൻ, ആമേൻ, അല്ലേ, സാംസൺ, കർത്താവിന് സ്തോത്രം, അങ്ങനെ പല ഹീറോസ് ഓഫ് ദ ബൈബിളും കർത്താവിന് സ്തോത്രം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആൾക്കാരാ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അവരാരും അവരുടെ തലമുറ ആമേൻ സ്തോത്രം ഒരിക്കലും ഈ സാന്നിധ്യത്തെ അനുഭവിച്ചില്ല. ആമേൻ. പക്ഷെ മോശയ്ക്ക് ഒരു കാര്യം അറിയാം, ഈ സാന്നിധ്യം ഉണ്ടെങ്കിൽ അനുഗ്രഹമാ. കർത്താവിന് സ്തോത്രം, സാന്നിധ്യം ഉണ്ടെങ്കിൽ ആമേൻ പ്രൊവിഷനാ. ആമേൻ. സാന്നിധ്യം ഉണ്ടെങ്കിൽ നിന്റെ ശൂന്യതകളെ ഈ സാന്നിധ്യം നിറയ്ക്കും. ആമേൻ. ആമേൻ സ്തോത്രം. അതിന്റെ ഒരു തെളിവ് ഞാൻ പറയാം പെട്ടെന്ന്, സമയമില്ലാത്തതുകൊണ്ട് അങ്ങ് പോവുകയാണ്. അവൻ യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. 37-ാമത്തെ വാക്യത്തിനകത്ത് യേശു എഴുന്നേറ്റ് നിന്നിട്ട് ആമേൻ ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ, ഏത് ഉത്സവം? ദ ഫീസ്റ്റ് ഓഫ് ദ ബൂത്ത്സ് എന്ന് പറഞ്ഞ കൂടാര പെരുന്നാൾ, ദ ഫീസ്റ്റ് ഓഫ് ദ ടാബർനാക്കിൾസ്. കർത്താവിന് സ്തോത്രം. ഈ കൂടാര പെരുന്നാൾ ആഘോഷിക്കുക എന്തിനാണെന്നറിയാമോ? എന്തിനാ ഈ ഉത്സവത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നറിയാമോ? മരുഭൂമിയിലൂടെ നടന്ന ജനത്തെ ദൈവം കരുതി, ദൈവം പ്രൊവൈഡ് ചെയ്തു. അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, വസ്ത്രം പഴകിയില്ല, അവർക്ക് വേണ്ടിയതൊക്കെ കൊടുത്തു. അവരെന്ത് ചോദിച്ചു അതെല്ലാം കൊടുത്തു. ആമേൻ. കർത്താവിന് സ്തോത്രം. അവരെന്ത് ചോദിച്ചു അതെല്ലാം കൊടുത്തു. കർത്താവിന് സ്തോത്രം. ആ പ്രൊവിഷൻ, അതിന്റെ പെരുന്നാളാ ദ ഫീസ്റ്റ് ഓഫ് ദ ബൂത്ത്സ്. 8 ദിവസത്തെ പെരുന്നാൾ. കർത്താവിന് സ്തോത്രം. അതിന്റെ ഒടുക്കത്തെ നാളിൽ ആമേൻ സ്തോത്രം ഒരു ആചാരമുണ്ട്. എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം, ശിലോഹ എന്ന് പറയുന്ന കുളത്തിൽ നിന്ന് വെള്ളം എടുത്ത് ആമേൻ സ്തോത്രം ഹാലേൽ എന്ന് പറയുന്ന ആമേൻ സ്തോത്രം സങ്കീർത്തനങ്ങൾ ഭയങ്കരമായിട്ട് ഉച്ചത്തിൽ ആർപ്പിട്ടുകൊണ്ട് ആമേൻ പുരോഹിതൻ ഇങ്ങനെ ജനത്തിന് ഒഴിച്ചു കൊടുക്കും. കർത്താവിന് സ്തോത്രം. അന്നേരം യേശു എഴുന്നേറ്റ് നിന്ന് ആമേൻ സ്തോത്രം വിളിച്ചു പറയുന്ന വാക്കാ ഇവിടെ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ചേർന്ന് പറഞ്ഞ ജീവജലത്തിന്റെ നദികൾ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമൈതലേ, ഒരു നദിയുടെ കാര്യമല്ല ഇവിടെ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. നദികൾ. നിന്റെ ജീവിതത്തിന്റെ ആവശ്യം എന്തായിരുന്നാലും, നിന്റെ ജീവിതത്തിന്റെ ശൂന്യതകൾ എന്തായിരുന്നാലും, ആ ശൂന്യതകളെ ഒക്കെയും നിറവേറ്റുന്ന, അതിനൊക്കെയും മതിയായ, നിന്റെ ശൂന്യതകളെ നിറയ്ക്കുവാൻ മതിയായ റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ജീവജലത്തിന്റെ നദികൾ. സാമ്പത്തികമായിട്ട് പെട്ടുകിടക്കുകയാണോ? ആമേൻ സ്തോത്രം. ഈ നദിക്ക് നിന്റെ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റും. രോഗത്തിൽ നീ പിടിക്കപ്പെട്ടു, ആമേൻ സ്തോത്രം, രോഗശാന്തിയുടെ നദി നിന്റെ ജീവിതത്തിലേക്ക് ദൈവം അയക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമേ, ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ജീവജലത്തിന്റെ നദിക്ക് കഴിയാത്ത ഒന്നും ഈ ഭൂമുഖത്തില്ല. ഒരു ആമേൻ കേൾക്കട്ടെ. കർത്താവിന്റെ സ്തോത്രം. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഇത് ചിലർക്കൊക്കെ സംശയമാ, ജീവജലത്തിന്റെ നദി എന്ന് പറയുന്നത് എന്ത് സാധനമാ? അതുകൊണ്ട് അവിടെ എഴുതി വച്ചിരിക്കുന്നത് ജീവജലത്തിന്റെ നദി എന്ന് പറഞ്ഞാൽ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ഈ നദി എന്ന് പറയുന്നത്, തന്നിൽ വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ആമേൻ. ഇതെന്നാ പറഞ്ഞേ? ഫീസ്റ്റ് ഓഫ് ദി ടാബർനാക്കിൾസ്. ദൈവം നടത്തിയ ആഘോഷത്തിന്റെ ഒടുക്കത്തെ നാളിൽ. ആമേൻ. ഇന്ന് രാത്രി സംശയമുണ്ടോ? ദൈവം നടത്തുമെന്ന് സംശയമുണ്ടോന്ന്? ആമേൻ. യേശു പറയുകയാ, എന്റെ അടുക്കൽ വന്ന് കുടിച്ചോ. മരുഭൂമിയെ നടത്തിയതുപോലെയല്ല. ആമേൻ. മോശയ്ക്കുണ്ടായ ഒറ്റപ്പെട്ട അനുഭവം പോലെയല്ല. നീ ഒരു മോശയായിട്ട് മാറും. ആമേൻ. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യത്തെ തൊട്ട് അനുഭവിക്കുന്ന, ശരീരത്തിൽ അനുഭവിക്കുന്ന, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നിനക്ക് അറിയുവാൻ സാധിക്കുന്ന കാട്ടി കൂടിയ ദൈവ സാന്നിധ്യത്തെ സ്വർഗം നിനക്ക് വേണ്ടി അയച്ചു തരുമെന്ന്. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞേ, യേശുവിൽ വിശ്വസിക്കുന്നവർ. ആർക്കാ ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നേ? യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്. കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ വാഗ്ദത്ത വചനത്തിനകത്തേക്ക് കടന്നു വരാം. കർത്താവിന്റെ സ്തോത്രം. ഒന്ന്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന നദി. ആമേൻ. കർത്താവിന്റെ സ്തോത്രം. ഞാൻ ആദ്യമേ പറഞ്ഞു, ആമേൻ, അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. കർത്താവിന്റെ സ്തോത്രം. യേശുവിൽ വിശ്വസിക്കുന്നത്
പരിശുദ്ധാത്മാവിലാ. യേശുവിൽ വിശ്വസിക്കുന്നവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കും. യേശുവിൽ വിശ്വസിക്കുന്നത് യേശു ദൈവമാണെന്ന് പറയുന്നത് പോലും പരിശുദ്ധാത്മാവിലാ. കർത്താവിന് സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചില ആൾക്കാർക്ക് സംശയമാണ്, പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന്. എനിക്കൊരു പ്രാവശ്യം സംശയം വന്നായിരുന്നു കുറേ നാൾ മുമ്പ്. കർത്താവിന് സ്തോത്രം. ഞാൻ വിശ്വാസത്തിലൊക്കെ വന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു, എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടോ? കർത്താവിന് സ്തോത്രം. വായിച്ചോ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എഫെസി ലേഖനം, കർത്താവിന് സ്തോത്രം, ആമേൻ. കൊരിന്ത്യ ലേഖനം, 2 കൊരിന്ത്യ ലേഖനം 12:3 വാക്യം പെട്ടെന്നൊന്ന് എടുത്ത് വായിച്ചേ. 1 കൊരിന്ത്യർ 12:3. കർത്താവിന് സ്തോത്രം. 12:3. അത് തന്നെ, അതെ. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവനാരും യേശു ശപിക്കപ്പെട്ടവരെന്ന് പറയുകയില്ല, പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറയുവാനാണ് ആർക്കും കഴിയുകയുമില്ല എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. യേശു ദൈവമാണെന്ന് പറയാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇല്ല, അല്ലേ? കർത്താവിന് സ്തോത്രം. നമ്മളെല്ലാവരും യേശുവിന് രക്ഷകരും നാഥനുമായിട്ട് സ്വീകരിച്ച ആൾക്കാരാണ്. നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അല്ലേ? കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവുണ്ട്. ആമേൻ. ഇത് തന്നെയാ യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിനകത്ത് ശിഷ്യന്മാർക്ക് കിട്ടിയത്. അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. എങ്ങനെയാണെന്നറിയാമോ? വിശ്വസിച്ച് കിട്ടിയതല്ല, യേശുവിനെ കണ്ടിട്ട് കിട്ടിയതല്ല. പിന്നെയോ അവരുടെ മേൽ ഊതി. He breathed upon them and they received the Holy Spirit. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി the day of Pentecost, അതിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതെന്താണെന്നാണ് നമ്മൾ പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതല്ല ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മ സ്നാനം. ആമേൻ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ്, ഈ സമാധാനം പറഞ്ഞ നമ്മളെ പഴയ നിയമം മുഴുവൻ കറങ്ങിയത്, അല്ലേ? കർത്താവിന് സ്തോത്രം. അപ്പൊ സമാധാനവും പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങൾക്ക് സമാധാനം, പീസ് ബി അപ്പോൺ യു എന്ന് പറഞ്ഞിട്ട് റിസീവ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് അവരുടെ പേര് ഊതി. ഇതെപ്പോഴാ? പുനരുദ്ധാനം ചെയ്ത ഉടനെ. എന്നിട്ട് 40 ദിവസം കഴിഞ്ഞു. ആദ്യമേ എന്നെ പറഞ്ഞു 40 എന്ന്, അല്ലേ? ഈ 40-ാമത്തെ ദിവസം യേശു അവരോട് പറയുക, പിതാവ് വാഗ്ദത്തം ചെയ്തതിനു വേണ്ടി കാത്തിരിക്കണം കേട്ടോ. അപ്പോ നേരത്തെ കിട്ടിയതോ? ആമേൻ സ്തോത്രം. അപ്പൊ നേരത്തെ പ്രാപിച്ചതോ? ഞങ്ങളുടെ മേൽ ഊതിയപ്പോ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തന്നതല്ലേ? അല്ല. ആമേൻ സ്തോത്രം. 3-ാമത്തെ ഇൻസ്ട്രക്ഷൻ. ഒന്നാമത്തേത് യെരൂശലേം വിട്ടു പോകരുത്. 2-ാമത്തേത് ദൈവം വാഗ്ദത്തം ചെയ്തതിലൂടെ കാത്തിരിക്കണം. 3-ാമത്തേത് എന്തിനു വേണ്ടിയാ കാത്തിരിക്കണത്? പരിശുദ്ധാത്മാവിനെ വെറുതെ കിട്ടാൻ വേണ്ടിയാണോ? അല്ല. പരിശുദ്ധാത്മാവിനെ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അതെന്താണെന്ന് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ വാഗ്ദത്തം. ചേർന്ന് പറയാം, പിതാവിന്റെ വാഗ്ദത്തം. പിതാവിന്റെ വാഗ്ദത്തിന് വേണ്ടിയാ കാത്തിരിക്കണ്ടേ? എന്താണെന്ന് പറയാം. 3-ാമത്തെ കാര്യം, ആമേൻ സ്തോത്രം, വായിച്ചു. ആമേൻ. പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. 5-ാമത്തെ വാക്യം, 3-ാമത്തെ ഇൻസ്ട്രക്ഷൻ. ആമേൻ സ്തോത്രം. എന്താണ് പിതാവിന്റെ വാഗ്ദത്തം? ചേർന്ന് പറഞ്ഞേ, പിതാവിന്റെ വാഗ്ദത്തം. ഇന്നത്തെ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ കുറിച്ച് സംശയം ഉണ്ടായല്ലേ? പരിശുദ്ധാത്മാവ് എനിക്കുണ്ട്. അല്ല, അത് പോരാ. വാഗ്ദത്തം ചെയ്തത് എന്താണെന്ന് യേശുവോടെ വിളിച്ചു പറഞ്ഞിരിക്കുക. എന്താണെന്നറിയാമോ? യോഹന്നാൻ വെള്ളം കൊണ്ട് ഇങ്ങനെ സ്നാനം കഴിപ്പിച്ചില്ലേ? എങ്ങനെയാ വെള്ളത്തിൽ നിന്ന് സ്നാനം കഴിപ്പിച്ചേ? ആമേൻ സ്തോത്രം. സ്നാനപ്പെടുത്തുന്ന യോഹന്നാൻ അവിടെ നിന്നിട്ട് സ്നാനപ്പെടേണ്ടിയ മനുഷ്യൻ വെള്ളത്തിനകത്തോട്ട് മുങ്ങിയിട്ട് വെള്ളം മുഴുവൻ അവന്റെ മേലായി അങ്ങനെ സ്നാനം കഴിപ്പിച്ചില്ലേ? അതായതിന്റെ അർത്ഥം, അല്ലേ? കർത്താവിന് സ്തോത്രം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ വെള്ളത്തിനകത്ത് എങ്ങനെ മുക്കിയോ പരിശുദ്ധാത്മാവ് വെള്ളം കൊണ്ട് കഴിച്ചതുപോലെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിക്കും എന്ന് പറഞ്ഞ നദിക്കകത്ത് വെള്ളമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവാ. പ്രിയമുള്ളവരെ, ഈ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിക്കാത്ത ആരും പാടില്ല. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഈ വാഗ്ദത്തം നമുക്കുള്ളതാണ്, പ്രോമിസായത്. ദിസ് ഈസ് ദ പ്രോമിസ് ഓഫ് ദ ഫാദർ. ഇത് പ്രാപിക്കുമ്പോഴാണ്, ഈ പരിശുദ്ധാത്മാവിന്റെ സ്നാനം പ്രാപിക്കുമ്പോഴാണ്
അന്യഭാഷ നമ്മുടെ വായിലൂടെ ഒഴുകുന്നത്. അന്യഭാഷ പറയുന്നവന് കൃത്യമായിട്ട് അറിയാമോ അടുത്ത വാക്ക് എന്താണെന്ന്? എനിക്കറിയാൻ പാടില്ല. കർത്താവിന് സ്തോത്രം. ആമേൻ. ഒരു നദിയാ, അതിങ്ങനെ എടുത്തോണ്ട് പോകും, അതിഷ്ടമുള്ളൊരു സ്ഥലത്തോട്ട് ഒഴുക്കും, അതിഷ്ടമുള്ളതുപോലെ പ്രാർത്ഥിക്കും. ആമേൻ. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം 26-ാമത്തെ വാക്യം പറയുന്നത്, വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല, ആത്മാവോ ഉച്ചരിച്ചു കൊടുക്കാതെ. അപ്പൊ നമ്മുടെ പ്രയറിന്റെ ലീഡർ ആരാ? പരിശുദ്ധിയാത്മാവ്. ആത്മാവിൽ പരിശുദ്ധിയാത്മാവ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിപ്പാൻ ഇടയാകും. കർത്താവിൻ സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വെള്ളത്തിനകത്ത് യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചതുപോലെ പിതാവിൻ്റെ വാഗ്ദത്തമാ യേശു നിങ്ങളെ പരിശുദ്ധാത്മാവിനകത്ത് മുക്കാമെന്നുള്ള. ആമേൻ. കർത്താവിൻ സ്തോത്രം. അന്ന് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവരുടെ സ്വഭാവം മാറുകയാണ്. പരിശുദ്ധാത്മാവ് വന്നതും അവരുടെ ജീവിതം മാറുകയാണ്. കർത്താവിൻ സ്തോത്രം. മോശയുടെ കാലത്ത് അഹരോൻ കാളക്കൊട്ടിയെ ഉണ്ടാക്കി. കർത്താവിൻ സ്തോത്രം. അന്നത്തെ ദിവസം ആമേൻ 32-28 വാക്യം പുറപ്പാട് പുസ്തകമാ. ആമേൻ. വായിക്കണ്ട, വിട്ടേക്ക്, സമയമില്ല. ആമേൻ. അന്ന് വചനം പറയുന്നത് 3000 പേര്, ചേർന്ന് പറഞ്ഞ് 3000 പേര്, 3000 പേര് ആമേൻ കാളക്കുട്ടിയെ ആരാധിച്ചത് മുഖാന്തരമായിട്ടുള്ള അകൃത്യത്തിനകത്ത് മരിച്ചു പോകാനായിട്ടിടയായി. ചേർന്ന് പറഞ്ഞ 3000 പേര് മരിച്ചുപോയി. കർത്താവിൻ സ്തോത്രം. നിങ്ങൾക്കറിയാമോ, പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിനകത്ത് സ്നാനപ്പെട്ടപ്പോൾ വചനം പറയുകയാ, അവരാദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? അവർ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. കർത്താവിൻ സ്തോത്രം. ജനത്തിൻ്റെ ശ്രദ്ധയെ കാൽവരിയിലേക്ക് തിരിച്ചു. ആമേൻ. കർത്താവിൻ സ്തോത്രം. അവര് കുത്തി മുറിവേൽപ്പിച്ച, അവര് ക്രൂശിച്ച അവരുടെ മശിഹായെ കുറിച്ച്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, സമൂഹത്തിൽ വിലയും നിലയുമില്ലാത്ത, ഭാഷ നേരെ ചൊവ്വയില്ലാത്ത മുക്കുവന്മാരായി ഏറിയ ആളുകൾ മുക്കുവന്മാരാ. അങ്ങനെയുള്ള ആളുകൾ പ്രസംഗിക്കുക. കർത്താവിന് സ്തോത്രം. അവർ പ്രസംഗിച്ചു. വചനം കേട്ടുകൊണ്ടിരുന്നവർ അതിൻ്റെ 36 മുതൽ 42 വരെ വായിച്ച് നമ്മൾ അവസാനിപ്പിക്കുക. ആമേൻ. വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 36 മുതൽ. കർത്താവിന് സ്തോത്രം. വാക്യങ്ങൾ: നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. അപ്പോസ്തല പ്രവൃത്തി 2:36 വായിച്ചോ. ഇത് കേട്ടിട്ടവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ചേർന്ന് പറഞ്ഞേ, ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പ്രിയമുള്ളവരെ, സുവിശേഷം കേട്ടപ്പോ അവര് ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ടു. എന്താ കാര്യം എന്നറിയാമോ? പാപത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വന്നു. ഞാനൊരു പാപിയാണെന്നും എനിക്കൊരു രക്ഷകനെ ആവശ്യമുണ്ടെന്നും അവർ മനസ്സിലാക്കി. കർത്താവിന് സ്തോത്രം. എന്നിട്ട് അവൻ പ്രസംഗിച്ചു കൊണ്ടിരുന്ന അവൻ അപ്പോസ്തലന്മാരോട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. എന്നാൽ പരിശുദ്ധാത്മാവെന്ന, ചേർന്ന് പറഞ്ഞേ, പ്രോമിസ്, ദ പ്രോമിസ് ഓഫ് ദ ഫാദർ നമുക്ക് ലഭിക്കാനിടയാവും. ആർക്കാ ഈ പ്രോമിസ് ലഭിക്കുന്നേ? യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റവർക്ക്. കർത്താവിന് സ്തോത്രം. ഞാനൊരു പാപിയാണെന്ന് ബോധ്യമുള്ളവർക്ക്, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ എവിടെയാകട്ടെ, നിങ്ങൾ ആരാകട്ടെ, കർത്താവിന് സ്തോത്രം, പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടോ? ഒരു രക്ഷകൻ നമുക്ക് ആവശ്യമുണ്ടെന്ന് അവൻ സ്തോത്രം ഉറപ്പായിട്ട് ചിന്തിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ തകർന്ന അവസ്ഥയിൽ ആരെന്നെ വിടുവിക്കുമെന്ന് ആരെങ്കിലും ഇതിന്റെ അകത്ത് വേദനിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താണെന്നറിയാമോ? നിനക്ക് സമാധാനം നൽകി തരുവാൻ സാധിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകും. എവിടെയാണെന്നറിയാമോ? കാൽവരിയിലേക്ക് നിന്റെ മുഖം ഉയർത്തുമ്പോൾ. ഇന്ന് രാത്രി ആ യേശുവിനെ ഒരിക്കൽ കൂടി ആശ്രയിക്കുമെങ്കിൽ, ഒരിക്കൽ കൂടി ആ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ, കർത്താവിന് സ്തോത്രം, അവര് കുത്തി മുറിവേൽപ്പിച്ച യേശുവിനെ അവര് പ്രാണരക്ഷാർത്ഥം അവര് നോക്കുകയാ, എന്നെ രക്ഷിക്കണമേ എന്ന്. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് പറഞ്ഞു, വാഗ്ദത്തം. അടുത്ത വാക്യം, വാഗ്ദത്തം. അടുത്ത വാക്യം, ഈ വാക്കിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം, ഈ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000 പേർ സഭയോട് ചേർന്നു.
പ്രിയമുള്ളവരെ, അകൃത്യത്തിനകത്ത് ഒരു തലമുറ നശിച്ചു പോയപ്പോ അവൻ വേറെ ഒരു തലമുറ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് അകത്ത് കയറുകയാ. അവൻ 3000 പേര്. ഈ പുസ്തകം ഭയങ്കരമാ. ഇതിനകത്ത് ഓരോ വാക്കുകളും ഭയങ്കരമാ. 3000 പേര് അന്ന് അകൃത്യത്തിനകത്ത് സാന്നിധ്യത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവദാസൻ കൊണ്ടു നടക്കുന്ന ഒരു ജനം. 3000 പേര് സാന്നിധ്യത്തെ അറിയാത്ത, ദൈവത്തിന്റെ ആത്മാവില്ലാത്ത 3000 പേര് മരിച്ചു പോയപ്പോ കർത്താവിന് സ്തോത്രം, പരിശുദ്ധി ആത്മാവിനെ കിട്ടിയ അവൻ സ്തോത്രം അന്നത്തെ ദിവസം വചനം പറയുന്നത് എന്താണെന്നറിയാമോ? സഭ സ്ഥാപിക്കപ്പെട്ട, പാപം മോചിപ്പിക്കപ്പെട്ട അന്നത്തെ ദിവസം വചനം പറയുന്നത് എന്താണെന്നറിയാമോ? അന്നത്തെ ദിവസം 3000 പേര് സഭയോട് ചേർന്നു. അത് 3001 ആകാമായിരുന്നില്ലേ? ഇല്ല. അത് 2999 ആകാമായിരുന്നില്ലേ? ഇല്ല. ആമേൻ സ്തോത്രം. ഇത് നീ പഠിക്കണം. നിന്നെ വിടുവിപ്പാൻ ദൈവം നിനക്ക് തന്ന സഹായകനാ പരിശുദ്ധി ആത്മാവ്. ഈ സാന്നിധ്യത്തിന് വേണ്ടി കരഞ്ഞു. ഈ സാന്നിധ്യം നിറയാൻ വേണ്ടി ആമേൻ സ്തോത്രം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ? ദൈവ സാന്നിധ്യം മൂടണമേ എന്ന്, ഒരു മഹിമയുടെ മേഘം എന്റെ ഫ്ലാറ്റിനകത്ത് നിറയണമേ എന്ന് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. നീ അത്ഭുതങ്ങളെ കാണും. കർത്താവിന് സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങൾ പ്രവചിക്കാൻ തുടങ്ങും. നിന്റെ യുവാക്കളും യുവതികളും അത്ഭുതകരമായി ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടും. നീ നഷ്ടപ്പെട്ടെന്ന് പറയുന്ന ആ സംവത്സരമല്ലേ, അത് ദൈവം നിനക്ക് മടക്കി തരും. ആമേൻ സ്തോത്രം. ജോവേൽ ആമേൻ പ്രവാചകന്റെ പുസ്തകം 2:28 പറയുകയാ, ഈ വാഗ്ദത്തം